رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കറകളഞ്ഞ വിശ്വാസിയായിക്കൊണ്ടുള്ള ജീവിതമാണ്. ഒരുപാട് അമലുകളല്ല, കുറേ അമലുകൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുക, ശരീരം കൊണ്ടൊന്ന് പ്രയത്നിക്കുക, അധ്വാനിക്കുക, വിയർപ്പൊഴുക്കുക, അതൊന്നുമല്ല. അതിൻ്റെക്കാളെല്ലാം മുമ്പ് കറയില്ലാത്ത വിശ്വാസിയായിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. ഓരോ നബിമാരും ഓരോ റസൂലുമാരും അതാത് കാലഘട്ടങ്ങളിൽ വന്ന് അവരുടെ ഖൗമിനോട് സംസാരിച്ചതും വിശ്വാസം നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ ഉൾക്കൊള്ളുകയും അതിനോട് ശിർക്കിനെ കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർ ആരാണോ അവർക്ക് നിർഭയത്വമുണ്ട്, അവരാണ് സന്മാർഗം പ്രാപിച്ചത്. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് നമ്മളെല്ലാ ആഴ്ചയിലും ഓതുന്ന സൂറത്താണ്. സൂറത്തുൽ കഹ്ഫിന് ഒരു സബബുൻ നുസൂലുണ്ട്. ശരിക്കും നമ്മളതിൻ്റെ അർത്ഥസഹിതം വായിക്കാൻ പറ്റുമെങ്കിൽ ആഴ്ചക്കിൽ ആ അർത്ഥം സഹിതം വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അത് അവതരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളായ മക്കത്തെ കാഫിറുകൾ മദീനയിലുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ചു. അങ്ങനെയാണല്ലോ ശരിക്കും. ശത്രുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമായിരിക്കും, പൊതു ശത്രുവിനെതിരെ പ്രതികരിക്കാൻ. അപ്പോൾ ആ ജൂതന്മാർ അവർക്ക് ചില ചോദ്യങ്ങൾ എഴുതി കൊടുത്തു ഈ മക്കാ മുശ്രിക്കീങ്ങൾക്ക്. നിങ്ങൾ ഇത് ചോദിച്ചാൽ മതി, ഈ ചോദ്യങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അത് പ്രവാചകനാണ്. അതിലൊന്ന് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. ആദർശത്തിന് വേണ്ടി സ്വന്തം നാടും വീടും വിട്ട് ഓടേണ്ടി വന്ന ചില യുവാക്കളുടെ ചരിത്രം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവർ. പിന്നെ പറഞ്ഞത് ദുൽഖർനൈൻ രാജാവിനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദുനിയാവിൻ്റെ കിഴക്കും പടിഞ്ഞാറും മുഴുവൻ അടക്കി ഭരിച്ച ആ രാജാവിൻ്റെ ചരിത്രം എന്താണ് എന്നാണ്. യസ്അലൂനക അൻ ദുൽഖർനൈൻ. പിന്നെ ചോദിച്ചത് റൂഹിനെ സംബന്ധിച്ചാണ്, ആത്മാവിനെ സംബന്ധിച്ചാണ്. ഖുറൈശികൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി അവരോട്, നാളെ വന്നോളൂ, നാളെ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അത് അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ സ്വന്തത്തിലേക്ക് ഒരു ആശ്രയം വന്നതുപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എല്ലാ കാര്യങ്ങളും അസ്ബാബുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. 15 ദിവസത്തോളം മറുപടിയില്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 15 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ വരുന്നത്. വഹയില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പറയാനും സാധിക്കൂല. അതും ഗൈബ് അള്ളാഹു മാത്രമേ അറിയൂ എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് പോലും അവർ വന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല, പറയാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സംഭവം അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാൻ സാധിക്കൂല.
15 ദിവസങ്ങൾക്ക് ശേഷം ജിബ്രീൽ വന്നു. നബി ചോദിച്ചു, ജിബ്രീൽ, ഇത്ര ദിവസങ്ങളായി ഞാനിവിടെ പ്രയാസപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. അവർ വന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവർ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. പുതിയ പുതിയ മുസ്ലിമീങ്ങൾക്ക് സംശയങ്ങൾ വരാൻ തുടങ്ങി. ജിബ്രീൽ പറഞ്ഞു, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക് ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക് വമാ കാന റബ്ബുക നസിയ്യ. നബിയേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് തോന്നുമ്പം ആകാശ ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ നമുക്ക് പറ്റൂല. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, നിന്റെ റബ്ബ് അല്ലാഹു കൽപ്പിക്കണം. നമ്മളടുത്ത് വഹയി തന്നിട്ട് പോന്നു പറയണം, എന്നാലും നമുക്ക് ദുനിയാവിലേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വരാൻ കഴിയില്ല. പക്ഷെ ഞാൻ വരാത്തത് കൊണ്ട് നിന്റെ റബ്ബ് ആ കാര്യം മറന്നുപോയി എന്നും നിങ്ങൾ കരുതണ്ട. അള്ളാഹു മറക്കുന്നവനല്ല. വമാ കാന റബ്ബുക നസിയ്യ. അതിനുശേഷം പിന്നെയും ഉത്തരം കൊടുത്തില്ല. പിന്നെയും ഒരു ആയത്ത് വന്നു സൂറത്തുൽ കഹ്ഫിൽ തന്നെ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബിയേ, വലാ തഖൂലന്ന, താങ്കൾ തീർച്ചയായും ഒരിക്കലും പറഞ്ഞു പോവരുത്, ലിശൈഇൻ, ഒരു കാര്യത്തിലും, ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ, അക്കാര്യം ഞാൻ നാളെ ചെയ്യാമെന്ന്, ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയാതെ. ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അത് പറയാണ്ട് നിങ്ങൾ ഒരു വിഷയം പറഞ്ഞു പോവരുത് എന്ന കടുത്ത താക്കീതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾപ്പിച്ചു. അത് നമുക്കുള്ളൊരു പാഠമാണ്. ഒരിക്കലും നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാതെ സ്വന്തത്തിലേക്ക് ഒരു ആശ്രയം വരുന്ന തരത്തിൽ ഒരു വിഷയം പറയാൻ പറ്റൂല. എന്ന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് പറയേണ്ടത് സംശയാസ്പദമായ കാര്യങ്ങൾക്കും അല്ല. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം ഇൻഷാ അല്ലാഹ് പറയാം. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് നടക്കുള്ളൂ. അതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറഞ്ഞു കൊടുക്കുക. സത്യമായ കഥ ഇതാണ് എന്നും പറഞ്ഞു കൊടുത്തു. ജൂതന്മാർക്കും നസാറാക്കൾക്കും ആ സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ വെച്ച് അറിയാം. ഉത്തരം കേട്ടപ്പോൾ അവരെ സംബന്ധിച്ചു, ശരിയാണ്, ആ സംഭവം പറഞ്ഞത് ശരിയാണ്. പിന്നെ ചോദിച്ചു ദുൽഖർനൈൻ രാജാവിനെ പറ്റി, അതും പറഞ്ഞു കൊടുത്തു. റൂഹിനെ പറ്റിയും ചോദിച്ചു. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവിനെ പറ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആത്മാവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അതെൻ്റെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. അതായിരുന്നു അവർക്ക് കിട്ടേണ്ട മറുപടിയും റൂഹിനെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്ത മറ്റെന്തെങ്കിലും വിശദമായ മറുപടി റൂഹുമായി ബന്ധപ്പെട്ട് പറഞ്ഞെങ്കിൽ ജൂതന്മാർ കളവാക്കിയേനെ. ഇതായിരുന്നു കൃത്യമായ മറുപടി. കാരണം ആത്മാവിനെ പറ്റി അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും പറയാൻ സാധ്യമല്ല. പക്ഷെ ഈ 3 മറുപടി കിട്ടിയിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല, അവർ തള്ളിക്കളഞ്ഞു. അത് വേറെ കാര്യം. അപ്പൊ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറയുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്ന വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമുണ്ട്. അഫഹസിബല്ലദീന കഫറു അയ്യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയ. അവിശ്വാസികളായ ആളുകൾ എൻ്റെ അടിമകളെ തന്നെ എനിക്ക് പുറമെ സഹായികളായി സ്വീകരിച്ചു. ഇന്ന അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. അങ്ങനെ സ്വീകരിച്ച ആളുകൾക്ക് ഞാൻ നരകം ഒരു സൽക്കാരമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ആയത്ത് പറയാൻ, ഖുൽ, നബിയെ നിങ്ങൾ പറയൂ, ഹൽ നുനബ്ബിഉകും, നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബിൽ അഖ്സരീന അഅമാല, അമലുകൾ ചെയ്ത് നഷ്ടവാളികളായ ആൾക്കാരെ സംബന്ധിച്ച്. ഖാസിർ അല്ല, അഖ്സർ, ഏറ്റവും വലിയ നഷ്ടം വരുത്തി വെച്ച ആളുകൾ. ചെറിയ അന്യാമുന്ന നഷ്ടമല്ല അവർക്ക് ഉണ്ടാവുന്നത്, വലിയ നഷ്ടം. കാരണം അവരാരും എന്തെങ്കിലും ഒന്ന് ചെയ്യാത്തതിൻ്റെ പേരിൽ നഷ്ടം പറ്റിയവരല്ല.
ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് ചെയ്തിട്ടും നഷ്ടവാളിയായവർ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. അവർ വിചാരിച്ചത് അവർ നന്മകളാണ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ അവരാ ചെയ്തത് എന്ത് മാനദണ്ഡത്തിലാണോ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുക, ആ മാനദണ്ഡം തെറ്റിച്ചിട്ടാണ്. അത് തൗഹീദാണ്, കലർപ്പില്ലാത്ത വിശ്വാസമാണ്. അതുകൊണ്ടാണ് എല്ലാ അംബിയാ മുർസലീങ്ങളും അവരവരുടെ കൗമിനോട് വിശ്വാസത്തെപ്പറ്റി ആദ്യം സംസാരിച്ച് അത് നേരെയാക്കണം, അത് ശരിയാക്കണം, അതിന് ശേഷം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്കും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കാനായിട്ട് അള്ളാഹു മിഅ്റാജിന് കൊണ്ടുപോകുന്നതും 10 കൊല്ലത്തിന് ശേഷമാണ്. നബുവത്ത് കിട്ടിയതിന് ശേഷം 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി, 53-ാമത്തെ വയസ്സിലാണ് മിഅ്റാജ് സംഭവിക്കുന്നതും 5 നേരത്തെ നിസ്കാരം കൊടുക്കുന്നതും. ആ 10 കൊല്ലം നിസ്കാരമില്ല. മില്ലത്തെ ഇബ്രാഹീമിലുള്ള നിസ്കാരമുണ്ട്. ഇന്നത്തെ 5 നേരത്തെ നിസ്കാരം ആ 10 കൊല്ലത്തിലില്ല അവർക്ക്. എത്രയോ സഹാബാക്കൾ നിസ്കരിക്കാണ്ട് മരണപ്പെട്ടിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത സ്വർഗത്തിൻ്റെ അവകാശിയായ മഹദിയാണ്. അങ്ങനെ എത്ര പേര് ഇസ്ലാമിൻ്റെ തുടക്കകാലത്തൊക്കെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മുസ്ലിമായതിനു ശേഷം മരിക്കുകയോ ചെയ്ത നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ്. അപ്പം അമലുകളിലല്ല, അമൽ ചെയ്യുന്നതിലല്ല, അമലിങ്ങനെ വാരിക്കൂട്ടുന്നതിലും ഒരുപാട് ഇങ്ങനെ ചെയ്തു വെക്കുന്നതിലുമല്ല. ആ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ പുറത്താണോ? ഇതാണ് ചിന്താ വിഷയം. അതാണ് ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും പിന്നെ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതും. അഖീദ കലർപ്പില്ലാത്തതാവണം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ആ വിശ്വാസത്തിൽ കലർപ്പ് വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറ്റിവെക്കപ്പെടുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. അതിലൊന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ ശിർക്കാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ശിർക്കിൽപ്പെട്ടത് തന്നെയാണെങ്കിലും പ്രത്യേകം ഒരു നമ്പർ കൊടുത്ത് പറയാൻ. രണ്ടാമത്തത് കാരണം അതിന്ന് പൊതുവെ ആളുകൾക്കിടയിൽ ആമാണ്, അതായത് ഒരു തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാതെ മറിച്ച് പുണ്യകർമ്മമാണെന്ന് വിചാരിച്ച് അധികം ആളുകളും അതിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒന്നിൽ നിന്ന് വേർപ്പെടുത്തി രണ്ടാമത്തെ നമ്പർ ഇട്ടിട്ട് ആ വിഷയം പറയും. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നമ്മൾ ഈ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സാങ്കേതിക അർത്ഥത്തിൽ ഇസ്ലാമിൽ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്റാഖു ശൈഇ, ഒരു കാര്യത്തെ മനസ്സിലാക്കലാണ്. ആ കാര്യം എന്താണോ അങ്ങനെ തന്നെ, അതിൻ്റെ പേരാണ് ഇൽമ്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതെന്താണോ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണോ, അതങ്ങനെ സത്യമായ നിലക്ക് മനസ്സിലാക്കുന്നതിന് പറയുന്ന പേരാണ് ഇൽമ്. ഇൽമിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ജഹൽ. ജഹൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ജഹ്ലുൻ ബസീത്തുൻ. ജഹ്ല് ബസീത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലാത്ത അവസ്ഥ. അത് ആക്ഷേപാർഹമായ അവസ്ഥയല്ല. കാരണം ഒന്നും അറിയാത്തത് കൊണ്ട് അറിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് അയാൾ ഉൾക്കൊള്ളും. ജഹ്ല് ബസീത്തുള്ള ആൾ, കാരണം ഒന്നുമില്ല മനസ്സിൽ, അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. അതുകൊണ്ട് ആദ്യം ആരാണോ അതിനെപ്പറ്റി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിനെ അയാൾ ഉൾക്കൊള്ളും, അതറിയും, മനസ്സിലാക്കും. രണ്ടാമത്തേത് ജഹ്ലുൻ മുറക്കബ് എന്ന് പറയും. അതെന്താണെന്നറിയോ? ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതല്ലാത്ത ഒരു കാര്യത്തെ അതാണ് എന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കി വെക്കൽ. ഒരു സാധനത്തെ പറ്റി വേറെ എന്തോ ഒരു കാര്യം ഇതാണ് എന്ന് വിചാരിച്ചിട്ട് മനസ്സിലാക്കുക, സത്യം അതല്ല താൻ. ജഹ്ല് മുറക്കബ്, അത് ആക്ഷേപാർഹമായ അപകടകാരിയായ ജഹ്ലാണ്. കാരണം അയാൾക്ക് ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥ അറിവ് നൽകൽ പ്രയാസാണ്. കാരണം മുമ്പേ അയാൾ വേറെ ഒന്ന് ഇതാണ് എന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു സാധനത്തെ പറ്റിയിട്ട് ഇതാണ് അത് എന്ന് അയാളെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതാദ്യം എടുത്ത് കളഞ്ഞാലേ
സത്യമായിട്ടുള്ളത് ഇനി മനസ്സിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഇതാണ് ജഹ്ല് മുറക്കം. ഇപ്പറയാൻ പോകുന്ന വിഷയത്തിൽ നവാഖിബുൽ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഈ കാര്യത്തിൽ പൊതുവെ അവാമുന്നാസ്, പൊതുജനത്തിൽ ഭൂരിപക്ഷവും ജഹ്ല് മുറക്കബിലാണ്. കാരണം നേർവിപരീതമായി ഒരു സംഗതി സത്യമായി തെറ്റിദ്ധരിച്ച് ഉറപ്പിച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് ജനത. ഇനി അതിൻ്റെ സത്യാവസ്ഥ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ആദ്യം മനസ്സിലാക്കി വെച്ചതിനെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം, മാറ്റണം, എന്നാലേ മനസ്സിലാവുള്ളൂ. മഹാഭൂരിപക്ഷം ആളുകൾ കേട്ടോളൂ. രണ്ടാമത്തേത് മൻ, ഒരുത്തൻ, ജഅല അവൻ സ്വീകരിച്ചു, ബൈനഹു വബൈനല്ലാഹി അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ വസായിത ഇടയാളന്മാരെ. എന്നിട്ടോ യദ്ഊഹും ആ ഇടയാളന്മാരോട് അവർ പ്രാർത്ഥിക്കുന്നു, വയസ്അലുഹും അശ്ശഫാഅ ഇടയാളന്മാരോട് അവർ ശുപാർശ ചോദിക്കുന്നു, വയതവക്കലു അലൈഹിം ആ ഇടയാളന്മാരിൽ അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്ത ഒരുത്തൻ കഫറ അവൻ കാഫിറായിരിക്കുന്നു ഇജ്മാഅൻ. ആ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ അയാൾ കാഫിറാണ്. അപ്പൊ ഇന്നെന്താ മനസ്സിലാകുന്നറിയോ? ഈ പറഞ്ഞ കൂട്ടക്കാര് അള്ളാഹുവിനെ അവിശ്വസിച്ചവർ അല്ല. അള്ളാഹുവിനെ ഖാലിഖായി, മാലിക്കായി, റാസിഖായി, മുദബ്ബിറായി അംഗീകരിച്ചും വിശ്വസിച്ചും കൊണ്ട് നടക്കുന്ന വിശ്വാസികളാണ്. പക്ഷെ പ്രശ്നം, അതിനോടൊപ്പം അവർ അള്ളാന്റെയും അവരുടെയും ഇടയിൽ ചില ഇടയാളന്മാരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഫമൻ ജഅല ഒരുത്തനാക്കിയാൽ അൽ മലായികത മലക്കുകളെ, വൽ അംബിയാ അല്ലെങ്കിൽ അംബിയാ മുർസലീങ്ങളെ, വസായിത ഇടയാളന്മാരാക്കിയാൽ, എന്നിട്ടോ യദ്ഊഹും ഇവരാ മലായിക്കത്തിനോടോ അല്ലെങ്കിൽ അമ്പിയാക്കളോടോ അല്ലെങ്കിൽ സാലിഹീങ്ങളോടോ അല്ലെങ്കിൽ ശുഹദാക്കളോടോ അല്ലെങ്കിൽ ഉലമാക്കളോടോ ആരോടെങ്കിലും ദുആ ചെയ്യുന്നു, വയതവക്കലു അലൈഹിം അവരിൽ ഭരമേൽപ്പിക്കുന്നു, വയസ്അലുഹും ജൽബൽ മനാഫിഅ ഉപകാരങ്ങൾ അവരിൽ നിന്ന് തേടുന്നു, വദഫ്അൽ മദാരി ഉപദ്രവങ്ങളിൽ നിന്ന് കാവലും അവരിൽ നിന്ന് തേടുന്നു, മിസ്ലു അൻ യസ്അലഹും ഏതുപോലെ ഉദാഹരണത്തിന് ഈ ഇടയാളന്മാരാക്കപ്പെട്ടവരോട് ചോദിക്കുന്ന പോലെ ഗുഫ്റാന ദുനൂബി പാപങ്ങൾ പുറത്തു തരാൻ. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ കേരളത്തിലുണ്ട്, കണ്ണൂരുണ്ട്, കാട്ടാമ്പള്ളിയിലുണ്ട്, നമ്മുടെ പരിസരത്തുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഗ്ഫിറത്ത് തേടുന്നവർ, പാപമോചനം തേടുന്നവർ. മങ്കൂസ് മൗലിദ് നമ്മൾ വിമർശിക്കുന്നതും എതിർക്കുന്നതും ആളുകളോടുള്ള വൈരാഗ്യം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് ഒരാളെ നരകത്തിലെത്തിക്കുന്ന കുഫ്റായ വിശ്വാസത്തിൽ കലർപ്പുണ്ടാവുന്ന ചില സംഗതികളാണ്. അതുകൊണ്ടാണ് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. രണ്ട് വരി പാടി അങ്ങ് വിടും ആൾക്കാർ. പക്ഷെ ആ രണ്ട് വരി അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. സാധാരണക്കാരന് ഗുരുതരമായി തോന്നില്ല, കാരണം അവൻ ജഹ്ല് മുറക്കബിലാവുള്ളത്. എന്താണോ സത്യം അതിനെതിരായി മറ്റൊന്നിനെ സത്യമായി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് സത്യം ഒരു മനസ്സിലാകുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ രണ്ട് വരി ഗുരുതരമായ പാപമാണ്. ഇർതകബതു അലൽ ഖതാ ഞാൻ തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി. ഗൈറ ഹസ്രിൻ വഅദദ് കണക്കില്ലാതെ, എണ്ണമില്ലാതെ, ക്ലിപ്തതയില്ലാതെ. ലക അശ്കു അങ്ങയോട് ഞാൻ പരാതി പറയുന്നു, ഫീഹി ആ തെറ്റിന്റെ കാര്യത്തിൽ, സയ്യിദി ഖൈറൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടുള്ള മഗ്ഫിറത്തിന്റെ തേട്ടമാണ്. ഇതിന്റെ വക്താക്കൾ ഇതിനെ ന്യായീകരിക്കാൻ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടൽ അനുവദനീയമാണ്, അങ്ങനെ തേടാം എന്നതിനെ ന്യായീകരിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക കൂടി ചെയ്തു. അപ്പൊ കൂടിന്റെ മേൽ കുരുവായി.
ഒന്നാമത് ആ പാട്ടിൽ തന്നെ ശിർക്കിലായി. രണ്ടാമത് ആ ശിർക്കിനെ ന്യായീകരിക്കാൻ അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്തിനെ അള്ളാഹ് ഉദ്ദേശിക്കാത്ത മഅന വെച്ച് പറയൽ ഖുർആനെ കുഫർ ചെയ്യലാണ്, നിഷേധിക്കലാണ്. ഖുർആനെ നിഷേധിക്കൽ കുഫറാണ്, ഇസ്ലാം എന്ന് പുറത്താകുന്ന സംഗതിയാണ്. ഏതാണ് ആയത്ത്? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഒരായത്ത് ഓതി, സൂറത്തുൽ മാഇദയിലെ ആയത്ത്. ഈ ആയത്ത് കേട്ട് അതിന് ഈ അർത്ഥം കേട്ട സാധാരണക്കാർ ഇന്ന് നമ്മളെ കണ്ണോണ്ട് കാണുകയാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികത്ത് വന്ന് നിന്ന് നബിയേ എന്ന് വിളിച്ച് പാപമോചനം തേടുകയാണ്. അത് നമ്മൾ ഇന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അതിന് ചില ഉസ്താദുമാര് നേതൃത്വം കൊടുത്തത് നിങ്ങൾ ചിലപ്പം വീഡിയോയിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. നബിയേ, റസൂലേ, നമ്മൾ വന്നിരിക്കുകയാണ്, നമ്മൾ പാപികളാണ്, അങ്ങ് നമുക്ക് പുറത്തു തരണം, അങ്ങ് നമ്മളോട് കരുണ കാണിക്കണം, കനിവ് കാണിക്കണം, നമ്മൾ പാപങ്ങളാണ് എന്ന് പച്ചക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുമ്പിൽ വന്ന് ദുആ ചെയ്യുന്നു. തെളിവ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വലൗ അന്നഹും ഇളമു അൻഫുസഹും, അവർ അവരുടെ നഫ്സിനോട് ദുൽമ കാണിക്കുകയാണെങ്കിൽ അഥവാ പാപം ചെയ്യുകയാണെങ്കിൽ, ജാഊക, അവർ അങ്ങയുടെ അടുക്കൽ വരണം. ഖുർആനിലുള്ളതാണ്. എന്നിട്ടോ വസ്തഗ്ഫറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പാപമോചനം തേടണം. വസ്തഗ്ഫറ ലഹും അർ-റസൂൽ, അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടണം. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനായി കരുണ കാണിക്കുന്നവനായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓതിയ ആയത്ത് സത്യമാണ്, ഓതിയ ആയത്ത് ക്ലിയറാണ്. പക്ഷെ ആയത്തിന്റെ മഅന തെറ്റിപ്പോയി. അവരവരുടെ വക വ്യാഖ്യാനിച്ചു. സഹാബാക്കൾ വ്യാഖ്യാനിക്കാത്ത, താബിഈങ്ങൾ വ്യാഖ്യാനിക്കാത്ത, തബഉ താബിഈകൾ വ്യാഖ്യാനിക്കാത്ത തരത്തിൽ അവർക്ക് വേണ്ടി ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. കാരണം സഹാബാക്കൾ ആ ആയത്ത് കേട്ടവരാണ്. 100 കൊല്ലം സഹാബാക്കൾ ജീവിച്ചിട്ടുണ്ട്. ഉത്തമമായ ആദ്യത്തെ നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ട് കാലം, 100 കൊല്ലം. ആ 100 കൊല്ലകാലത്തിൽ ഒരിക്കലും ഈ ആയത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളും മഗ്ഫിറത്ത് ചോദിച്ചിട്ടില്ല, പാപമോചനം തേടിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഖൗമ് അത് ചെയ്തു. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു. സഹാബാക്കളുടെ ഫഹ്മിൽ നിന്ന് സഹാബത്ത് എങ്ങനെ ആയത്തിനെ മനസ്സിലാക്കിയോ അതിൽ നിന്ന് മാറിയപ്പോൾ അവർക്ക് വേണ്ടി അതിനെ ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് അവരും പിഴച്ചു, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. യസ്അലുഹും അൽ മഗ്ഫിറ, അവർ അതിനോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരങ്ങനെ പാപമോചനം തേടുമ്പോഴും അവർ അള്ളാഹിനെ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. ഇവരാരോടാണോ തേടുന്നത് അവരെ അള്ളാഹു ആണെന്ന് പറയുന്നുമില്ല. വസായിത്, ഇടയാളന്മാർ. പിന്നെയോ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, വയസ്അലുഹും ഹിദായത്തൽ ഖുലൂബ്, ആളുകളുടെ മനസ്സുകളെ നേർമാർഗത്തിലാക്കാൻ ഈ ഇടയാളന്മാരോട് അവർ ദുആ ചെയ്യും. ആര് ചെയ്ത പോലെ? മുഹിദ്ദീൻ റാത്തീബില്, ഷെയ്ഖ് ജീലാനി റാത്തീബില് ഇന്നത്തെ അവാമുന്നാസിൽ മഹാഭൂരിപക്ഷവും പാടുന്ന പോലെ. അതിൽ ഉസ്താദുമാരുണ്ട്, ഷെയ്ഖന്മാരുണ്ട്, ഖാദിമാരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു വഅതാകഹു വഅൻത മാലികുഹു. ബസ്സിർ ഫുആദി സിറാതൻ, ഷെയ്ഖ് ജീലാനി അവറുകളെ എനിക്ക് അങ്ങ് വഴി കാണിച്ചു തരണമേ. അൻത സാലികുഹു, അങ്ങ് പ്രവേശിച്ച നേർമാർഗം അങ്ങ് എനിക്കും കാണിച്ചു തരണമേ. ഫല്ലാഹു വഅതാകഹു വഅൻത മാലികുഹു, അല്ലാഹു അത് താങ്കൾക്ക് തന്നിട്ടുണ്ട്, താങ്കളാണ് ഇപ്പോൾ ഹിദായത്തിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ഷെയ്ഖ് ജീലാനി അവറുകളെ എന്നെ ഹിദായത്തിനാക്കണമേ എന്ന് ദുആ ചെയ്യുന്നവർ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെയും അവരുടെയും ഇടയിൽ ഇടയാളന്മാരെ വെച്ച് ഹിദായത്തിന് അവരോട് ചോദിക്കുന്നു. അതേപോലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി ചോദിക്കും.
വസദ്ദിൽ ഫാഖാത്തി ദാരിദ്ര്യമില്ലാതെയാവാൻ വേണ്ടി ചോദിക്കും. ഫഹുവ കാഫിറുൻ ബിഇജ്മാഇൽ മുസ്ലിമീൻ. അങ്ങനെ ചെയ്യുന്നവർ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇൽ കാഫിരീങ്ങളാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല തന്നെ. അവർ കുഫറിലാണോ അല്ലേ എന്ന് സംശയം പോലുമില്ലാതെ ഉറപ്പാണ് അവർ കുഫർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന പോലെ അള്ളാന്റെയും ഇവരുടെയും ഇടയിൽ ഇവർ വെച്ചിരിക്കുന്ന ഇടയാളന്മാരോടും ചോദിക്കും. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. വലാ തദ്ഉ, നീ പ്രാർത്ഥിക്കരുത്, നീ ദുആ ചെയ്യരുത്. മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ, മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനോടും നിങ്ങൾ ദുആ ചെയ്യരുത്. ഫഇൻ ഫഅൽത, ഇനി നീ അങ്ങനെ ചെയ്താൽ, അപ്പൊ ചെയ്യുന്ന ഉറപ്പായി. ചില ആളുകൾ ചെയ്യുന്ന ഉറപ്പായി. നീ അങ്ങനെ ചെയ്താൽ ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അക്രമകാരികളിൽ പെട്ടുപോകും. വാലിം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽമ് അഥവാ ശിർക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അല്ലാഹു പറയാൻ, എന്നാൽ നീ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? എനിക്ക് പുറമെ ഇടയാളന്മാരെ ഉണ്ടാക്കി അവരോട് നീ ചോദിക്കുന്നതിന് പകരം നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടാക്കിയാൽ അല്ലാഹുവിനല്ലാതെ അതില്ലാതെയാക്കാൻ സാധിക്കുകയേ ഇല്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തൊരുത്തൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവാൻ നിൽക്കരുത് എന്നർത്ഥം. ഇനി അള്ളാഹു നിനക്കൊരു നന്മ തരാൻ ഉദ്ദേശിച്ചാലോ ഫലാ റാദ്ദ ലിഫദ്ലി, അവൻ തരുന്ന ഔദാര്യത്തെ തടയാനും ഒരാൾക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂർ അർറഹീം. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് കിട്ടും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് കിട്ടൂല. ആർക്കും തടയാനും പറ്റൂല, ആർക്കും തരാനും പറ്റൂല. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരും പറയാറുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. ഇത് പറയുകയും ചെയ്യും, എന്നിട്ട് അള്ളാഹു അല്ലാത്തവനോട് ആവശ്യങ്ങൾ പറയുകയും ഉപകാരങ്ങൾ ചോദിക്കുകയും ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുകയും അത് ചെയ്യുകയും ചെയ്യും. അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത, നീ തന്നതിനെ തടയാൻ ആർക്കും പറ്റൂല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ തരാനും ആർക്കും പറ്റൂല. ഇത് അള്ളാഹുവിൻ്റെ ഒരടിമ അള്ളാഹ്ക്ക് അർപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ ഹക്കാണ്. പക്ഷെ അത് നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അള്ളാഹു അല്ലാത്തവൻ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയും ചെയ്യും. അള്ളാഹു അല്ലാത്ത ആള് കാത്തോളും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് കാവൽ തേടുകയും ചെയ്യും. അത് കുഫറാണ്. മാത്രമല്ല വദ്ദുആഉ ഇബാദത്തുൻ മിൻ അജല്ലിൽ ഇബാദാത്ത്, ഒരടിമ അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ദുആ എന്ന് പറയുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു കർമ്മമാണ്. കാരണം അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളെ റബ്ബ് പറയുന്നു ഉദ്ഉനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇബാദത്ത്. അത്ര ഉന്നതമായ ഒരു ഇബാദത്താണ്. അതിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക്. യഥാർത്ഥത്തിൽ മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെയും അവസ്ഥ ഇതായിരുന്നു. അവരാരും അല്ലാഹുവിനെ നിഷേധിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തില്ല, മറിച്ച് സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞ പോലെ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഇടയാളന്മാരായി വെച്ചു. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉപകാരം ചെയ്യൂല ഉപദ്രവം ചെയ്യൂല, എന്നിട്ട് അവരോട് ദുആ ചെയ്യും. ചോദിച്ചാൽ പറയും ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, നമ്മുടെ ഇവരൊക്കെ അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരാണ്, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ ശൈഖുൽ ഇസ്ലാം പറയുന്നു, അങ്ങനെയുള്ള ആ തേട്ടങ്ങൾ പലതരത്തിലുണ്ട്. ഒരടിമയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ദുആ പലതരത്തിൽ ഉണ്ട്. അതിലൊന്ന് ദുആഉൽ മഖ്ലൂഖി
ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദുആഉൽ മഖ്ലൂഖി, സൃഷ്ടികളോട് ദുആ ചെയ്യുക, ഫി അംരിൻ, ഒരു കാര്യത്തിൽ, ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യത്തിൽ അള്ളാഹുവിന് മാത്രമേ അത് കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യം ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ അത് കുഫ്റുൻ മഹ്ദുൻ, വ്യക്തമായ കുഫറാണ്, ഷിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. ഏതുപോലെ മിസ്ലു അയ്യതുലുബ മിൻ അഹദിൻ ഇൻസാലൽ ഗൈസി, അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും മഴ പെയ്യിപ്പിക്കാനായി ചോദിക്കുന്ന പോലെ, ഔ ഇജ്റാ അസ്സഹാബി, അതല്ലെങ്കിൽ മേഘം കൊണ്ടുവന്ന് തണലിടാൻ വേണ്ടി ചോദിക്കുന്ന പോലെ, ഔ റിസ്ഖൽ വലദി, അല്ലെങ്കിൽ മക്കളുണ്ടാവാൻ വേണ്ടി ചോദിക്കുന്ന പോലെ, ഓനഹ്വിദാലിക്. ഇതെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, നമ്മുടെ അടുത്തടുത്ത നാടുകളിൽ നടക്കുന്ന സംഗതികളാണ്. മഴ വർഷിപ്പിക്കുന്ന വലിയുണ്ട്, മക്കളെ കൊടുക്കുന്ന വലിയുണ്ട്, പിന്നെ ആൺമക്കളെ പെൺമക്കളാക്കുന്ന, പെണ്ണിനെ ആണാക്കുന്ന വലികളുണ്ട്. ഇതെല്ലാം പക്ക കുഫറിലും ഷിർക്കിലും പെട്ട സംഗതിയാണ്. കാരണം അവൻ അത് ചോദിക്കലിലൂടെ അള്ളാഹുവിന് ഒരു സമക്കാരനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തത് ദുആഉൽ മഖ്ലൂഖിൽ ഹയ്യി ഫീ അംരിൻ യഖ്ദിറു അലൈഹി, ജീവിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയോട് ആ സൃഷ്ടിക്ക് സാധിക്കുന്ന ഒരു കാര്യം ചോദിക്കൽ. ഏതുപോലെ ഫഹാദ ലൈസ ഷിർക്കൻ, അത് ഷിർക്കായിട്ട് പരിഗണിക്കൂല. നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന പോലെ. ഷെയ്ഖ് ഉദാഹരണം പറഞ്ഞു, ഒരാളോട് ഒരു കുറച്ച് വെള്ളം തരൂ, അതൊരു ചോദ്യമാണ്, പക്ഷെ അത് ഓന് കഴിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പം വരുന്ന ചോദ്യങ്ങൾ, അത് ഷിർക്കായിട്ട് പരിഗണിക്കൂല. മൂന്നാമത്തേത് അയ്യസ്അല ഗൈറല്ലാഹി അസ്സ വജൽ, അല്ലാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കുക. എങ്ങനെ? ബികമാലി ദുല്ലി വൽ ഹുബ്ബി വറഗ്ബതി വറഹബ, അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും പേടിയോടെയും പ്രതീക്ഷയോടെയും അല്ലാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കുക. അതായത് സ്നേഹവും ബഹുമാനവും ആദരവും അതിര് കവിഞ്ഞ് ഒരു ആരാധനാ മനോഭാവത്തിലെത്തിയ നിലക്ക് അല്ലാഹു അല്ലാത്ത ഒരാളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതും ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. കാരണം അങ്ങേയറ്റത്തെ പരിധിക്കപ്പുറത്തുള്ള മഹബ്ബത്തും ദില്ലത്തും നിന്യതയും പിന്നെ പേടിയും പ്രതീക്ഷയും ഒരടിമക്ക് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അത് അല്ലാഹ് അല്ലാത്ത ഒരാളോട് വന്നാൽ അപകടമാവും. അതുകൊണ്ടാണ് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തതൂനി, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്, അമിതമായി സ്നേഹിക്കരുത്. ഒരു ഹദ്ദുണ്ട് മഖ്ലൂക്കിനോടുള്ള മഹബ്ബത്തിൽ. സൃഷ്ടിയോടുള്ള മഹബ്ബത്തിലും പേടിയിലും പ്രതീക്ഷയിലും ഹദ്ദുണ്ട്, പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. നസാറാക്കൾ പോയ പോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ സ്നേഹിച്ചു, അവരാദരിച്ചു, അവരെ ബഹുമാനിച്ചു. പക്ഷെ അതിൻ്റെ ഹദ്ദ് വിട്ട് കടന്നപ്പോൾ ആദരവ് ആരാധനയിലെത്തി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചിരുന്നു. ആ തരത്തിൽ ആരെയെങ്കിലും ഒരാൾ കണ്ടാൽ, പല ആൾക്കാരും പല ശൈഖന്മാരുടെ മുമ്പിലും തങ്ങന്മാരുടെ മുമ്പിലും പേടിച്ചു നിൽക്കുന്നൊരു കാഴ്ച കാണാറുണ്ട്. അതായത് നമ്മുടെ മനസ്സിലുള്ള സംഗതികൾ വരെ ആ തങ്ങൾ അറിയും. അല്ലെങ്കിൽ ചില ആളുകൾ മുമ്പിൽ നിൽക്കുന്ന ഷെയ്ഖിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയപ്പെടും. ഖശിയത്ത്, ഖൗഫ്, അമിതമായ ആദരവ് ദീനുൽ ഇസ്ലാം അനുവദിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്കിടയിലേക്ക് നടന്നു വന്നപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരിക്കിൻ, റോമിന്റെയും പേർഷ്യന്റെയും രാജാക്കന്മാരെ പോലത്തെ ഒരു രാജാവല്ല ഞാൻ, നിങ്ങൾ നിന്നെന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ബഹുമാന പ്രകടനങ്ങൾ അത് ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ ചില സൂഫികൾക്കിടയിൽ വ്യക്തിപൂജകൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ഈ പറയപ്പെട്ട ഒരു സംഗതിയുണ്ട്. അവരുടെ ഷെയ്ഖിനോട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആ ഷെയ്ഖ് ഇവരുടെ വാക്കുകൾക്കിടയിൽ നിന്ന് അവരുടെ മനസ്സെന്തോ വായിച്ചെടുക്കുന്നൊക്കെ പോലെയുള്ള പേടി പോലെ ഷെയ്ഖന്മാരോട് എന്തെങ്കിലും അവർ സംസാരിക്കുമ്പം
പിറകിലുള്ള എന്തെങ്കിലും രഹസ്യങ്ങളും മറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആ ശൈഖന്മാർ നമ്മളെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നുണ്ട് എന്ന ഒരു തോന്നലുള്ള പോലെയാണ് അവര് ശൈഖന്മാരുമായിട്ട് ഇടപഴകുക. അത് ഷിർക്കൻ പരിപാടിയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറിൽപ്പെട്ടതാണ്. നാലാമത്തേത് അയകൂനൽ മദ്ഉ ബഈദൻ അനിദ്ദാഇ, വിളിക്കുന്ന ആളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആള് ദൂരെയാവുക. അതായത് മനുഷ്യന് കേൾവിക്കൊരു പരിധിയുണ്ട്. വിളിച്ചാൽ കേൾക്കുന്ന പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരാളെ വിളിക്കൽ സാദാ സീതാ വിളിയാണ്. എന്നാൽ ആ പരിധിക്കപ്പുറത്തുള്ള ഒരാളെ വിളിച്ചാൽ, അയാൾ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ അത് ഷിർക്കുൻ അക്ബറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുന്ന ഷിർക്കാണ്. ഏതുപോലെ മൊയ്‌ലി ശൈഖിനെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ മൂന്നുപറ്റുമ്മാനെ വിളിക്കലുണ്ടോ? പൊതുവെ ഇല്ല അല്ലേ? അവിടെ നേർച്ച ഉണ്ടെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. കച്ചവടം ഉണ്ടെന്നേ ഉള്ളൂ. റൂസ് എന്ന കച്ചവടം ഉണ്ട് എന്നല്ലാതെ വിളിക്കുന്ന കേട്ടിട്ട. മൊയ്‌ലി ശൈഖിനെ വിളിക്കും ബദരീങ്ങളെ വിളിക്കുന്ന പോലെ. കാരണം വിളിക്കുന്ന ആള് കണ്ണൂരാണ്, വിളിക്കപ്പെടുന്ന ആള് ഖബറിലാണ്. കേൾവി എന്ന് പറയുന്ന സാധനത്തിന്റെ പരിധിയൊക്കെ വിട്ട് എവിടെയോ എത്തി. ഇനി വിളിക്കപ്പെടുന്ന ആള് ജീവനോടെ ഉണ്ടെന്ന് തന്നെ വെച്ചോ. ഉദാഹരണത്തിന് ഇപ്പൊ CM മടവൂരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരെങ്കിലും വിളിച്ചിരുന്നുവെങ്കിൽ അയാൾ മടവൂരായിരിക്കും, ഇയാൾ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. മടവൂരിന്റെ കേൾവിന്റെ പരിധിന്റെ അപ്പുറത്താ ചങ്ങായി ഉള്ളത്. ആ വിളി ഷിർക്കുൻ അക്ബറായ വിളിയാണ്. കാരണം കേൾവിയിൽ അവൻ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിനോട് സമമാക്കി. അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല. എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എത്ര പ്രാവശ്യം വിളിച്ചാലും കേൾക്കും, ആര് വിളിച്ചാലും കേൾക്കും, എത്ര പേര് ഒരുമിച്ച് വിളിച്ചാലും കേൾക്കും. ഇതൊക്കെ അള്ളാഹിന്റെ സമഇന്റെ പ്രത്യേകതയാണ്. മഖ്ലൂഖിന്റെ സമഅ് മുഹദ്ദദാണ്. അതിന്റെ അപ്പുറത്ത് കേൾക്കുന്നു വിശ്വസിച്ചു കൊണ്ടൊരുത്തൻ വിളിച്ചാൽ അവൻ ഷിർക്കുൻ അക്ബർ ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്. ഷേഖ് ഉദാഹരണം പറഞ്ഞു, ഒരാൾ പറയുന്ന പോലെ, യാ ബദ്വി, ബദ്വി ഒരു ഷേഖാണ്, അറബി ലോകത്തുള്ള ഷേഖ്. ഫദ്ദിജ് ഖുർബത്തി, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരണമേ. നമ്മുടെ നാട്ടുകാരിൽ നിന്നും വലിയ ഷേഖിനെ വിളിക്കുന്ന പോലെ. ഇഷ്ഫി മരീദി, എൻ്റെ രോഗം മാറ്റി തരണമേ. യാ ജീലാനി, യാ അലി, യാ ഹുസൈൻ എന്നൊക്കെ വിളിക്കുന്ന പോലെ. ഇവരൊക്കെയും ആ വിളിക്കുന്നവരിൽ നിന്ന് എത്രയോ ദൂരെയാണ്. ചില ആളുകൾ ദുനിയാവിൽ തന്നെ പോയവരാ, എന്നിട്ടും അവർ കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിച്ചതെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിറാണ്, മുശ്രിക്കാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അങ്ങനെ കേൾക്കുന്നവൻ. അല്ലാഹു പറഞ്ഞു, അവല യഅലമൂൻ അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അഞ്ചാമത്തെ രീതി അയ്യദ്ഉ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിക്കുന്നു, എന്നാൽ മഅ്തിഖാദി അന്നഹു യസ്തഖില്ലു ഫീ ഈജാദിൽ മത്ലൂബി മിൻ ദൂനില്ലാഹി അസ്സ വജൽ. ഇവൻ ആരെയാണോ വിളിക്കുന്നത് അയാൾക്ക് സ്വതന്ത്രമായി ഈ കാര്യത്തിൽ ഇടപെടാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാലും അത് ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുന്ന വിളിയാണ്. CM മടവൂരിനെ ഇപ്പം വിളിക്കുന്ന അങ്ങനെയാണ് വിളിക്കുന്ന ആളുകൾ. അയാൾക്ക് ഇന്ന കാര്യത്തിൽ ഇന്നത് ചെയ്യാനുള്ള അധികാരവും കഴിവും ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. ഏതുപോലെ അയാൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും തദ്വീർ ചെയ്യുന്ന മുദബ്ബിറാണ് CM മടവൂർ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ പോലെ. സ്വയം അയാൾക്ക് സ്വതന്ത്രമായ ഒരു കഴിവ് വകവെച്ചു കൊടുത്തു. അതില്ല, അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ആറാമത്തത് ദുആഉൽ അബ്വാത്ത്, മരിച്ച ആൾക്കാരെ വിളിക്കലാണ്. ബിതഫ്രീജ് ഖുർബത്തിൻ, ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ, ഔ ഖദാഇ ഹാജത്തിൻ, ആവശ്യ പൂർത്തീകരണത്തിന്, വനഹ്വി ദാലിക്, അതും ഫഹാദാ ശിർക്കുൻ അക്ബർ, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വലിയ ഷിർക്കിൽ പെട്ടതാണ്. അപ്പം ഈ പറയപ്പെട്ട വിളികളെല്ലാം ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, മുശ്രിക്കും കാഫിറും എന്ന പേരിൽ അർഹനാക്കുന്ന, സ്വർഗം ഹറാമാവുന്ന, നരകം അഭയകേന്ദ്രമാവുന്ന വിളികളാണ്. ഒരു മുഅ്മിൻ സത്യവിശ്വാസി അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് എല്ലായ്പ്പോഴും ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും
അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവനായി മാറേണ്ടതുണ്ട്. ഏഴാമത്തത് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ദുആയ. അത് മിൻ ദുആഇൽ ബിദ്അഇ, ബിദ്അത്തായ ദുആയിൽ പെട്ടതാണ്. അത് ശിർക്കായ ദുആ എന്ന് പറയാൻ പറ്റൂല. കാരണം മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ എന്നാ പറയുന്നത്. ദുആ അള്ളാഹിനോട് തന്നെ, മുഹമ്മദ് നബിയോടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഹക്ക് ജാഹ് കൊണ്ട്, നബിയുടെ ബർക്കത്ത് കൊണ്ട്, നബിയുടെ പ്രതാപം കൊണ്ട് എന്ന തവസ്സുൽ ബിദ്അത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലോ അനുവദിക്കപ്പെട്ട തവസ്സുലും ഉണ്ട്. അതെങ്ങനെ? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന അത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത സാലിഹായ എന്തെങ്കിലും അമലുകൾ അത് മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം, തേടാം. ആ ഗുഹാവാസികളിൽപ്പെട്ട 3 പേർ അവർ ചെയ്ത സൽപ്രവർത്തികളെ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തത് പോലെ ആ തവസ്സുൽ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഖുർആൻ ഓതുക, പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതി, എന്നിട്ട് ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവേ ഞാൻ ഈ ഓതിയ പരിശുദ്ധ ഖുർആനിൻ്റെ ജാഹ് അല്ലെങ്കിൽ അതിൻ്റെ ബർക്കത്ത്, കാരണം അത് റസൂലുള്ളാഹി ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സിഫത്താണ്, കലാമാണ്, അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയല്ല. അതുകൊണ്ട് ആ കലാമ് വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കും. അല്ലെങ്കിൽ നിസ്കാരം, നോമ്പ് ഒരു ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ തവസ്സുൽ അനുവദനീയമാണ്. എന്നാൽ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് അത് ബിദ്അത്തായ ദുആയാണ്, ശിർക്കായ ദുആ എന്ന് പറയാൻ പറ്റുകയില്ല. ഇതാണ് അല്ലാഹുവല്ലാത്തവരോടുള്ള ദുആവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഗൗരവകരമായ സംഗതികൾ. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെയും നമ്മളുടെയും ഇടയിൽ ഇടയാളന്മാരില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. വസായിത്ത്, അങ്ങനെ നമുക്കൊരു ശുപാർശകന്റെ ആവശ്യവും ഇല്ല. കാരണം അള്ളാഹു പറഞ്ഞു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണം ഞാൻ അവൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅ, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ആ ദുആക്ക് ഉത്തരം കൊടുക്കും. അതിൻ്റെ ഇടയിൽ ആരെയും വെക്കേണ്ട കാര്യം ഇല്ല. ഇനി അൽ ഇസ്തിഗാസതു വന്നദർ, സഹായതേട്ടവും നേർച്ച വഴിപാടുകളും അതിൻ്റെ ഹുക്കം എന്താണ്? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ സഹായം തേടൽ, അതാണ് ഇസ്തിഗാസ കൊണ്ടുള്ള ഉദ്ദേശം. ആ ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, അടിമകളോട് പാടുള്ളതല്ല. കാരണം ഇസ്തിഗാസ ഇബാദത്താണ്, സഹായ തേട്ടം ഒരു ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ അർഹതപ്പെടുള്ളൂ, അള്ളാഹു അല്ലാത്തവർക്ക് പറ്റൂല. കാരണം അള്ളാഹു പറഞ്ഞു ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, സഹായം തേടിയ സന്ദർഭം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. അപ്പൊ അടിമയോട് അവന് കഴിയാത്ത കാര്യത്തിലുള്ള ഇസ്തിഗാസ ശിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്ന സംഗതിയിൽ പെട്ടതാണ്. നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വിശ്വാസിക്ക് ശറഅ് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ സ്വയം നിർബന്ധമാക്കൽ, അതാണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേർച്ച ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ല, കാരണം അത് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഡിമാൻഡ് വെക്കുക, നീ എൻ്റെ രോഗം മാറ്റിത്തന്നാൽ ഞാൻ 3 ദിവസം നോമ്പെടുക്കാം, അപ്പോൾ പാടില്ല. ശരിക്കും നീ എൻ്റെ കടയിൽ ബർക്കത്ത് തന്നാൽ ഞാൻ ഇത്ര പൈസ സദഖ ചെയ്യാം, അങ്ങനെയല്ല, അത് പറ്റാത്തതാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഷർത്ത് വെക്കലാണ്. ആദ്യം ഒരു അമൽ നമ്മൾ ചെയ്യുന്നു, എന്നിട്ട് ആ ചെയ്ത അമൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. നദർ, ഒരു 3 ദിവസത്തെ നോമ്പ് നിർബന്ധമല്ലാത്ത നോമ്പാണ്. ആകെ നമുക്ക് നിർബന്ധമായിട്ടുള്ളത് റമദാൻ മാസത്തിൻ്റെ നോമ്പും പിന്നെ ചില സന്ദർഭങ്ങളിൽ
ഖളാ വീട്ടേണ്ടി വന്നാൽ ആ നോമ്പ് നിർബന്ധമാണ്, ഖളാ വീട്ടൽ നിർബന്ധമാണ്. പിന്നെയുള്ളത് നദറിന്റെ നോമ്പാണ്. ഒരാൾ 3 ദിവസത്തെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കി, ആ നോമ്പ് അയാൾക്ക് വാജിബായി, നിർബന്ധമായി, ആ നോമ്പെടുത്ത് വീടിയേ പറ്റുള്ളൂ. ഇനി ആ നോമ്പെടുത്തിട്ടില്ലെങ്കിലോ അതിന് കഫാറയുണ്ട്, അത് കൊടുക്കേണ്ടി വരും. അതാണ് നദർ. നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി സ്വന്തത്തിൻ്റെ മേൽ നിർബന്ധമാക്കുക. ഇത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ശിർക്കുൻ അക്ബറിൽ പെട്ടതാണ്. ഇന്നൊരുപാട് നമ്മുടെ നാട്ടിൽ മൊയ്‌ദീൻ ശൈഖിന് വേണ്ടി നേർച്ചയാക്കുന്ന ആൾക്കാരുണ്ട്, ബദരീങ്ങൾക്ക് നേർച്ചയാക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ പല ഖബറിലേക്കും ദാരത്തിലേക്കും ഒക്കെ നേർച്ചയാക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ശിർക്കാണ്. കാരണം നദർ ഇബാദത്താണ്, അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ. അതേപോലെ ഇവരീ ആക്കി വെച്ചിരിക്കുന്ന ഇടയാളന്മാരോട് അവർ ശഫാഅത്ത് ചോദിക്കുകയും ചെയ്യുന്നു, ശുപാർശ. അതായത് നബിയേ الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. അത് ഷഫാഅത്തിന്റെ തേട്ടാണ്. الشفاعة هب لنا, നമുക്ക് അങ്ങയുടെ ഷഫാഅത്ത് നൽകണമേ. മുഷ്ഫിഖ, നമ്മളോട് കരുണ കാണിച്ചുകൊണ്ട്, കൃപ കാണിച്ചുകൊണ്ട്. വാഹ്ലന, നമുക്ക് വലിയ നഷ്ടമായി പോവും. ഇൻ ضاع, ആ ഷഫാഅത്ത് നഷ്ടമായി പോയാൽ, ഒഴിവായി പോയാൽ, സയ്യിദി ഖൈറൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ ഷഫാഅത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആയാണ് ആ പാട്ട്. ഷഫാഅത്ത് അള്ളാഹു അനുവദിക്കാതെ ഒരാൾക്കും, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും ചെയ്യാൻ പറ്റൂല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹിന്റെ അനുവാദമില്ലാതെ ഷഫാഅത്ത് ചെയ്യുന്നവൻ ആരുണ്ട്? അള്ളാഹിന്റെ ചോദ്യമാണ്. ആർക്കും കഴിയില്ല. ഇനി ആർക്ക് വേണ്ടിയാണ് ഷഫാഅത്ത്? അതും അള്ളാഹു ആർക്ക് വേണ്ടി അനുവദിക്കുന്നോ അവർക്ക് വേണ്ടിയേ ഷഫാഅത്ത് പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ വ്യത്യസ്തമായ ഷഫാഅത്തുകൾ ചെയ്യും. അതിലൊന്ന് മൊത്തത്തിലുള്ള ഷഫാഅത്താണ്. മഹ്ശറിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർ മുഴുവനും ഒരുമിച്ചുകൂടി എത്രയാണോ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരിക അത്രയും കാലം നിൽക്കേണ്ടി വരും. കാരണം അവിടുത്തെ ഒരു ദിവസം അൽഫസനത്തിൻ 1000 വർഷത്തിന്റെ സമമാണ്. ചില ആയത്തുകളിൽ 50,000 ദുനിയാവിലെ ദിവസത്തിന്റെ സമമാണ് അവിടുത്തെ ഒരു ദിവസം. മഹ്ശറിൽ ആ നൃത്തം എത്ര നിൽക്കേണ്ടി വരും അല്ലാഹു ആലം, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു അത് അറിയിച്ച് തന്നിട്ടില്ല. എങ്ങനെയായിരിക്കും നിൽക്കുക? ഹുഫാതൻ ഉറാതൻ ഗുർലൻ, ചെരുപ്പില്ല, വസ്ത്രമില്ല, മാർക്കം ചെയ്തിട്ടില്ല, ഉമ്മ പ്രസവിച്ചവരെ പോലെയാണ് നിൽക്കുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പരസ്പരം ഔറത്ത് കാണൂലേ, അത് നാണക്കേടല്ലേ? തങ്ങൾ പറഞ്ഞു, ആയിഷ, ആ അവസ്ഥ ഒരാളെ ഔറത്ത് നോക്കുന്നതിനേക്കാൾ എത്രയോ അപകടകരമായ അവസ്ഥയാണ്. ഒരാളും അതിനെപ്പറ്റി ചിന്തിക്കൂല. വെപ്രാളത്തിലും ഭീതിയിലും പേടിയില് വിറയല്ലായിരിക്കും മനുഷ്യന്മാരുണ്ടാവുക. ഒരാളുടെയും തല താഴോട്ട് വരൂല. എല്ലാവരും മുകളിലേക്ക് റബ്ബിന്റെ വരവിനെയും കാത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരായിരിക്കും. ഫഹും മുഖ്മഹൂൻ, കണ്ണുകൾ അവരെ താഴ്ത്താൻ പേടിച്ചിട്ടായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ നിൽക്കുന്ന മഹ്ശറിൽ ചില കാറ്റഗറികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ എങ്ങനെയാണോ ദുനിയാവിൽ നിന്ന് യാത്രയാവുക അക്കോലത്തിലായിരിക്കും മഹ്ശറിൽ അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ നമ്മൾ നല്ല അവസ്ഥയിലായിരിക്കും, നിലവിൽ നമ്മൾ ആദർശവാദികളാണ്, സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കും, സൂക്ഷ്മത പാലിക്കുന്നുണ്ടാവും. പക്ഷെ അത് അവസാന സമയം വരെ നിലനിർത്തി കിട്ടലാണ് തൗഫീഖ്. കാരണം എങ്ങനെയാണോ മരിക്കുക അതേ കോലത്തിൽ ഹാജരാക്കപ്പെടും. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാനായിട്ട് ഇഹ്റാം കെട്ടി. ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ വീണ് ആ വീഴുന്ന വീഴ്ചയിൽ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ കുളിപ്പിച്ചോളിൻ, അയാളെ കഫൻ ചെയ്യുമ്പം
തല മറക്കണ്ട, കാരണം ഇഹ്റാമിലാണ്, ഇഹ്റാമിലുള്ള പുരുഷൻ തല മറക്കൽ ഹറാമാണ്. എന്നിട്ട് പറഞ്ഞു ഇയാൾ നാളെ അള്ളാന്റെ കോടതിയിൽ ഹാജരാവുക തൽബിയത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും എന്ന്. അപ്പൊ അവസാന സമയം അതെങ്ങനെയാണോ അതാണ് പരിഗണിക്കപ്പെടുക. വൽആഖിബതു ലിൽമുത്തഖീൻ, പര്യാവസാനം അത് തഖ്വയോടെയാവണം, അത് ഇസ്ലാമോടുകൂടി ആവണം, ഈമാനോടുകൂടി ആവണം. ആ നിലക്കായിരിക്കും മഹ്ശറിലേക്ക് വരിക. പിന്നെ മഹ്ശറിൽ ചില ആളുകൾ പ്രത്യേകം പേര് വിളിച്ച് മാറ്റി നിർത്തപ്പെടും. യുദില്ലുഹുമുല്ലാഹു തഹ്ത ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹു നൽകുന്ന തണല് മാത്രം തണലായിട്ടുള്ള ആ ദിവസം ചില ആളുകൾക്ക് അല്ലാഹു ആ തണല് കൊടുക്കും. സബഅത്തുൻ, 7 വിഭാഗം ആളുകൾക്ക്. അത് ആ 7 വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ, നീതിമാനായ ഭരണാധികാരി, എല്ലാ അവസരം കിട്ടിയിട്ടും തെറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന, സൂക്ഷ്മത പാലിക്കുന്ന ആള്, വലത്തെ കൈ സദഖ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത ആള്, പള്ളിയുമായി മാനസിക ബന്ധമുള്ള ആളുകൾ, ചെറുപ്പത്തിലെ യുവത്വത്തിലെ ഇബാദത്തിലായി ആദർശത്തിലായി വളർന്നു വന്ന യുവാക്കള്, ഇവരൊക്കെ പ്രത്യേകം വിളിക്കപ്പെടും മഹ്ശറിൽ. അവരെ ആളുകൾ വെയിലത്ത് നിൽക്കുമ്പം തണലുകളിലേക്ക് മാറ്റപ്പെടും. വേറെ ചില ആളുകൾ റിവായത്തുകളിൽ വന്നു, മഹ്ശറിൽ ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പം പ്രത്യേക ഉടയാടകളും കിരീടവും ഒക്കെ ധരിപ്പിച്ച് കസ്തൂരി കൊണ്ടുള്ള കുന്നുകളുടെ മുകളിൽ അവരെ പ്രത്യേകം പാർപ്പിക്കും. അവർ ഹാഫിദീങ്ങളുടെ, ഖുർആൻ പഠിച്ച ആളുകളുടെ മാതാപിതാക്കളായിരിക്കും. അവർക്ക് പ്രത്യേകം നൽകപ്പെടുന്ന ആദരവായിരിക്കും അത്. അവരുടെ തലയിൽ ഇട്ടുകൊടുക്കുന്ന കിരീടത്തിന്റെ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ സൂര്യൻ വന്നുദിച്ചാൽ എന്തായിരിക്കും ആ പ്രകാശം, അതിനേക്കാൾ പ്രകാശമായിരിക്കും അവരുടെ തലയിലുള്ള കിരീടത്തിന്റെ പ്രകാശം. അഥവാ ഹാഫിദീങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള ആദരവാണ്. അങ്ങനെ മനുഷ്യൻ എത്ര കാലമാണോ നിൽക്കേണ്ടി വരിക അത്രയും കാലം നിൽക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അവരുടെ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങുന്നവരായിരിക്കും. ചില ആളുകൾ ഞെരിയാണി വരെ, മറ്റു ചില ആളുകൾ മുട്ടുവരെ, മറ്റു ചില ആളുകൾ അരവരെ, ചില ആളുകളുടെ കഴുത്ത് വരെ, ചില ആളുകളെ ആ വിയർപ്പ് വന്ന് മൂടിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം പാപത്തിനനുസരിച്ചായിരിക്കും മഹ്ശറിൽ വിയർക്കുക. കടുത്ത ചൂട് അനുഭവപ്പെടും മനുഷ്യർക്ക്. അവിടെ 3 ചൂടുകളാണ്. ഒന്ന്, ഒരു ചാൺ മുകളിലായിരിക്കും സൂര്യൻ ഉദിക്കുക. മറ്റൊന്ന്, കോടാനുകോടി വരുന്ന ജീവജാലങ്ങളെ കൊണ്ട് മഹ്ശർ നിറഞ്ഞിട്ടുണ്ടാവും, ആ തിരക്കിന്റെ ചൂട്. 3, പേടിച്ച് വെപ്രാളപ്പെട്ട് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസത്തിന്റെ ചൂട്. ആ ചൂടിലായിരിക്കും മഹ്ശറിൽ നിൽക്കേണ്ടി വരിക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് അല്ലാഹു മഹ്ശറിൽ നൽകിയ ഹൗദിൽ നിന്ന് സത്യവിശ്വാസികളെ വെള്ളം കുടിപ്പിക്കും. അന്നേരമാണ് സഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഹൗദിലേക്ക് അങ്ങയുടെ ഉമ്മത്തിനെ വിളിക്കുമ്പം നമ്മളെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനെ ഞാൻ മനസ്സിലാക്കുക, അവര് വുദൂ ചെയ്തതിന്റെ കാരണത്താൽ വുദൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നുണ്ടാവും. ആ പ്രകാശം കണ്ടുകൊണ്ടായിരിക്കും ഞാൻ അവരെ ഹൗദിലേക്ക് വിളിക്കുക. ആദ്യമായി മഹ്ശർ നൽകപ്പെടുക ഈ ഹൗദിന്റെ വെള്ളമാണ്. അവിടെ നിന്ന് മാറ്റിവെക്കപ്പെടുന്നവരായിരിക്കും അഹ്ലുൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകൾ. ആദ്യം കുടിക്കാൻ നൽകുന്ന ഹൗദിൽ നിന്നും തന്നെ അവര് മാറ്റി നിർത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പം സൊഫിൽ നിന്നും ചില ആളുകളെ മലക്കുകൾ വന്നിട്ട് ബാക്കോട്ട് വലിക്കും. അപ്പൊ ഞാൻ പറയും, യാ റബ്ബി ഹും അസ്ഹാബി, അല്ലാഹുവേ അതെന്റെ ആൾക്കാരാണ്, എന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന് നിൽക്കാണ്. അപ്പൊ ഫയുഖാൽ, എന്നോട് പറയപ്പെടും, യാ മുഹമ്മദു മാ തദ്രി മാ അഹ്ദസു ബഅദക്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങക്ക് അറിയൂല അങ്ങക്ക് ശേഷം ഇവരെന്തൊക്കെയാണ് അങ്ങയുടെ ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ളത് എന്ന്. ബിദ്അത്തിന്റെ അഹ്ലുകാരെ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടും. ദീനിൽ പുതുതായിട്ടെന്തോ നിർമ്മിച്ചവരാണിവർ എന്ന് മലായികത്ത് പറയുമ്പം നേരത്തെ എൻ്റെ ആള് എന്ന് പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടൂണ് മാറും.
റസൂലുള്ളാഹി തങ്ങൾക്ക് ദേഷ്യാവും. തങ്ങൾ പറയും സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ച ദീനിനെ വികലമാക്കിയവരെ ദൂരെ പോ എന്ന് പറഞ്ഞവരെ തള്ളി മാറ്റും. പിന്നെ എത്ര കാലം അവിടെ അങ്ങനെ നിൽക്കും? അല്ലാഹു അലം. കുറേ ആകും. അല്ലാഹു ഹിസാബിന് വേണ്ടി വരുന്നില്ല. മഹ്ശറിന്റെ ഈ അവസ്ഥയാണെങ്കിൽ ആർക്കും ഒട്ട് സഹിക്കാനും കഴിയുന്നില്ല. ആളുകളെല്ലാം കൂടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി പോകും. യാ ആദം, നിങ്ങൾ മനുഷ്യ പിതാവാണല്ലോ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന് പറഞ്ഞതാണല്ലോ, ഒന്ന് അള്ളാഹുവിനോട് ഹിസാബിന് വേണ്ടി വരാൻ ആവശ്യപ്പെടണം. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്ന് ഹിസാബ് ചെയ്ത് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണം. അത്ര ഭയാനകമായിരിക്കും മഹ്ശർ. അത് പറയുന്ന വാക്കതാണ്, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അതായിരിക്കും അവർ പറയുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, മക്കളെ, എനിക്ക് ഇന്ന് എൻ്റെ റബ്ബ് എന്ത് തീരുമാനമെടുക്കുക എന്നറിയില്ല. അള്ളാഹു പതിവിന് വിപരീതമായി ഇന്ന് വല്ലാതെ കോപിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് എനിക്ക് പറ്റൂല. നിങ്ങൾ നൂഹിൻ്റെ അടുത്തേക്ക് പോയിക്കോടി. ആദ്യത്തെ റസൂലാണ്. എല്ലാവരും ഓടിക്കൂടും. യാ നൂഹു, നിങ്ങൾ ആദ്യത്തെ റസൂലല്ലേ, നിങ്ങൾ 950 കൊല്ലം ദഅവത്ത് ചെയ്ത ആളല്ലേ, നിങ്ങളൊന്ന് അല്ലാഹുവിനോട് പറ, നമുക്ക് വേണ്ടി ഹിസാബിന് വേണ്ടി വരാൻ, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയും, എനിക്ക് സാധിക്കൂല, ഇന്നെൻ്റെ റബ്ബ് കോപിച്ചിരിക്കുകയാണ്, എൻ്റെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, എനിക്ക് പേടിയാണ്. നിങ്ങൾ മൂസൻ്റെ അടുത്തേക്ക് പോയിക്കോളി. മക്കളെ കൂട്ടത്തിൽ പിന്നെ അടുത്ത റസൂൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാവരും കൂടി അവിടെ എത്തും. നിങ്ങൾ അള്ളാഹിൻ്റെ കലീമല്ലേ, അള്ളാഹുവിനോട് സംസാരിച്ച ആളല്ലേ, നിങ്ങളൊന്ന് അള്ളാഹിനോട് പറയും, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. മൂസ പറയും, അലൈഹിസ്സലാം, എന്നെ കൊണ്ട് പറ്റൂല, ഇന്ന് അള്ളാഹു കോപിച്ചിരിക്കുന്നു, ഞാൻ പേടിച്ചിരിക്കുകയാണ്, അള്ളാഹു എന്ത് തീരുമാനമെടുക്കുന്നു പറയാൻ കഴിയില്ല, ഞാൻ അന്ന് തന്നെ അടിച്ചു കൊന്നിട്ടുണ്ട്, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഈസാൻ്റെ അടുത്തേക്ക് പോയിക്കോളെ. എല്ലാവരും കൂടി ഈസാ നബിൻ്റെ അടുത്ത് വരും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, എനിക്കും പറ്റൂല, കാരണം ഞാൻ ഇന്ന് ആകെ പേടിച്ചിട്ടാണ് ഉള്ളത്. അള്ളാഹു വലിയ ദേഷ്യത്തിലാണ്. ആൾക്കാർ എന്നെ ഇലാഹാക്കി, എൻ്റെ ഉമ്മാനെ ഇലാഹാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങി. അതിപ്പോൾ എൻ്റെ റബ്ബ് ചോദിക്കാൻ പോവാണ്, എന്താ പറയേണ്ടതെന്നറിയില്ല, ആകെ പേടിയിലാണുള്ളത്. നിങ്ങൾ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോയിക്കോളി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും കൂടെ വരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതെ, ഞാനാണ് അതിന് അർഹനായിട്ടുള്ളവൻ, ഞാനാണ് അർഹനായിട്ടുള്ളവൻ. ഇതും പറഞ്ഞ് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് സുജൂദിൽ വീഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നു വരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത സ്തുതിയുടെ വാഴ്ത്തുന്നതിൻ്റെ വാക്കുകൾ അള്ളാഹു എനിക്ക് തോന്നിപ്പിച്ചേരും. എത്ര സമയമാണോ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അത്രയും സമയം ഞാൻ അള്ളാഹിനെ വാഴ്ത്തിക്കൊണ്ട് സുജൂദിൽ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ അള്ളാഹു എന്നെ വിളിക്കും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് വസൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തല ഉയർത്തിക്കോളൂ, ചോദിച്ചോളൂ, നൽകാം, ശുപാർശ പറഞ്ഞോളൂ, ശുപാർശ സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ആദ്യത്തെ ശഫാഅത്ത് ചെയ്യും. അങ്ങനെയാണ് അള്ളാഹു ഹിസാബിന് വേണ്ടി വരിക. രണ്ടാമത്തെ ശഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഹിസാബിന് ശേഷം സ്വർഗത്തിൻ്റെ അവകാശികളായി മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ടുള്ള ഒരു ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും. കാരണം സ്വർഗത്തിൻ്റെ വാതിൽ പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. നരകം അങ്ങനെയല്ല. നരകവാതിൽ മഫ്തൂഹാൻ, തുറക്കപ്പെട്ടതാണ്. നരകത്തിലേക്ക് ആളുകളെ മലക്കുകൾ പിടിച്ചെറിയലാണ്. അതേസമയത്ത് സ്വർഗം ഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിൽ പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അത് പിന്നെ മലക്കുകൾ വാതിൽ മുട്ടി. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന അവ്വലുൻ നാസി യശ്ഫഉ ഫിൽ ജന്ന വ അന അക്സറുൽ അംബിയാഇ തബഅൻ. സ്വർഗത്തിലേക്ക് ആദ്യം ശുപാർശ പറയുന്ന ആള് ഞാനായിരിക്കും ആദ്യം വാതിൽ മുട്ടുക. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും, ആരാണ്? ഞാൻ പറയും മുഹമ്മദാണ്. അപ്പം എന്നോട് പറയും, മുഹമ്മദ് വന്നാലേ തുറക്കാവൂ എന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് വാതിൽ തുറക്കും. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കും, പിന്നെ അംബിയാ മുസ്ലിങ്ങൾ പ്രവേശിക്കും, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കും, പിന്നെ മറ്റുള്ള ആളുകൾ പ്രവേശിക്കും. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രവേശിക്കുക, പിന്നെ അമ്പിയാക്കൾ, പിന്നെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്, അതിന് ശേഷമാണ് ബാക്കി ഉമ്മത്ത് സ്വർഗത്തിലേക്ക് പോവുക. അള്ളാഹു ആ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതാണ് രണ്ടാമത്തെ ഷഫാഅത്ത്. മൂന്നാമത്തെ ഷഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ അബൂ ത്വാലിബിന് വേണ്ടി ചെയ്യുന്ന ഷഫാഅത്താണ്. അത് അബൂ ത്വാലിബിന് അള്ളാഹു പ്രത്യേകം കൊടുത്ത ഒരു കാരുണ്യമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും
ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ നഫഅത അബാ താലിബിൻ ബിശൈഇൻ, അബൂ താലിബിന് അങ്ങ് എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങയെ കൊണ്ടുണ്ടാകുമോ? ഫഇന്നഹു കാന യഹൂതുക വയഗ്ദബു ലക, അങ്ങയെ സംരക്ഷിക്കുകയും അങ്ങക്ക് വേണ്ടി ഖുറൈശികളോട് ദേഷ്യപ്പെട്ട് പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്ത ആളല്ലേ, എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങനെ അടുത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുമോ? ഖാല നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ടാകും. ഹുവ ഫീ ദഹ്ദാഹിൻ മിൻ നാർ, അബൂ താലിബ് നരകത്തിന്റെ ഒരു തീജ്വാലയിലായിരിക്കും. വലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ, ഞാൻ ശുപാർശ പറയാനില്ലായിരുന്നെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിയിലത്തെ തട്ടിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാൻ ശുപാർശ പറയും, അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിൽ കാലിൽ ഇടാനുള്ള തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് അബൂ താലിബിന് കൊടുക്കും. അയാളുടെ തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കും. പക്ഷെ അബൂ താലിബ് അപ്പോഴും വിചാരിക്കും ഇതായിരിക്കും നരകത്തിലെ ഏറ്റവും ശക്തമായ ശിക്ഷയെന്ന്. പക്ഷെ അത് ഏറ്റവും ചെറിയ ശിക്ഷയായിരിക്കും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്നതാണ്. വേറൊരു ഷഫാഅത്തുള്ളത് ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്താണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വഅദയാണ്. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾക്ക് ഹിസാബില്ല, വിചാരണയില്ല, ചോദ്യോത്തരങ്ങളില്ല. അവർ മഹ്ശറിൽ നേരെ സ്വർഗത്തിലേക്കാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വെച്ച് പറയുമ്പോൾ സഹാബാക്കൾക്ക് ആവേശമായി. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു, യാ റസൂലല്ലാഹ്, ആ 70,000-ൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ട് പറഞ്ഞു, അൻത മിൻഹും, നീ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇത് കേട്ടപ്പോൾ വേറൊരു സഹാബിക്ക് ആവേശമായി. അദ്ദേഹം എഴുന്നേറ്റുന്നു, നബിയെ എന്നെയും പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി. നന്മയിൽ എപ്പോഴും ആദ്യമാവാൻ ശ്രമിക്കണം. നന്മയിൽ എപ്പോഴും ആദ്യമാവാൻ ശ്രമിക്കും. കാരണം ആദ്യം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് രണ്ടാമത് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും കിട്ടൂല. അവസാനം ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ആദ്യം ചെയ്ത ആൾ ചെയ്ത കൂലി കിട്ടൂല. അവർക്ക് വേണ്ടിയുള്ള ഷഫാഅത്തുണ്ട്. അഞ്ചാമത്തത്, നരകത്തിൽ പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മുവഹിദുകളായ ആളുകൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്ത്. തൗഹീദുണ്ട്, ശിർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അബദ്ധങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടാവും, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ നരകത്തിൻ്റെ അവകാശികളായിട്ടുള്ള മുവഹിദുകൾക്ക് വേണ്ടിയുള്ള ശുപാർശ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറയും, ശഫഅത്തുൽ മലായിക, മലക്കുകൾ ശുപാർശ ചെയ്തു, വശഫഅൻ നബിയ്യൂൻ, നബിമാരും ശുപാർശ പറഞ്ഞു, വശഫഅൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും ശുപാർശ പറഞ്ഞു, വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ, ഏറ്റവും കരുണയുള്ളവൻ മാത്രം ബാക്കിയായിരിക്കുന്നു. അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ. എന്നിട്ട് ഈ നരകത്തിലേക്ക് പോകാതിരിക്കുന്ന മുവഹിദുകളായ ആളുകളിൽ ചിലർക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുത്ത് സ്വർഗത്തിലേക്ക് അയക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതാരാണ്? അല്ലാഹു അഅലം. അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമേ ആ ഇൽമുള്ളൂ, വേറെ ആർക്കും അത് പറയാൻ കഴിയൂല. വേറെ വിഭാഗം ആളുകൾക്കുള്ള ശഫാഅത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിമായ മുവഹിദായ മനുഷ്യൻ മരണപ്പെട്ടാൽ, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല, 40 ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിന് പങ്കെടുത്താൽ, എങ്ങനത്തെ 40 ആള്? ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ, ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ലാത്ത മുവഹിദുകളായ 40 പേർ നിസ്കരിച്ചാൽ, ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, ആ മരിച്ച ആളുടെ വിഷയത്തിൽ ഈ 40 ആളുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വേറൊരു ശഫാഅത്ത് അവസാനമായി, അങ്ങനെ അല്ലാഹു തൗഹീദോടുകൂടി എന്നാൽ പാപങ്ങൾ ചെയ്ത് നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന നരകവാസികൾക്ക് വേണ്ടിയുള്ള ശഫാഅത്താണ്. ശിർക്ക് ചെയ്ത് നരകത്തിൽ പോയവർക്ക് ശഫാഅത്തില്ല. കാരണം നരകം അവരുടെ അഭയമാണ്, സ്വർഗം അവർക്ക് ഹറാമാണ്. എന്നാൽ തൗഹീദോടുകൂടിയാണ് മരണപ്പെട്ടത്, പക്ഷെ നരകത്തിൽ പോകാനുള്ള തെറ്റുകളുണ്ട്, അവർക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് പറയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് പരിഗണിച്ച് നരകത്തിൽ നിന്നും ചില ആളുകളെ പിന്നീട് പുറത്തെത്തിക്കും. ഫയദ്ഖുലൂനൽ ജന്ന, എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കും. യുസമ്മൗന അൽ ജഹന്നമിയ്യീൻ, അവർക്ക് പറയുന്ന പേര് ജഹന്നമിയ്യുൻ എന്നായിരിക്കും. നരകത്തിൽ പോയ ആള് എന്നായിരിക്കും ആ ആളുകൾക്ക് പറയപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഷഫാഅത്ത് കിട്ടണം. നരകത്തിൽ പോയിട്ട് സ്വർഗത്തിൽ പോകാനല്ല, നരകത്തിൽ അടുക്കാതെ നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ. പക്ഷെ അതിന് വിശ്വാസം ശരിയാക്കിയേ പറ്റുള്ളൂ, ആദർശം ക്ലിയറാക്കിയേ പറ്റുള്ളൂ. കലർപ്പില്ലാത്ത വിശ്വാസികളായി അമൽ ചെയ്ത് ഇവിടെ നിന്ന് യാത്രയായാൽ അത് അവർക്കുള്ളതാണ്. അള്ളാഹു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹ്.